ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കോൺഗ്രസ്. ഗുരുവായൂർ സീറ്റ് വെച്ചുമാറാൻ നീക്കം. ഗുരുവായൂരിൽ കെ മുരളീധരൻ മത്സരിച്ചേക്കുമെന്ന സൂചന. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ സംബന്ധിച്ച തീരുമാനം വൈകില്ലെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ആദ്യ ടേമിൽ ലാലി ജെയിംസിന് സാധ്യത. പവന് 1 ലക്ഷം കടന്ന സ്വർണ്ണവില. പവന് 1,01,600 രൂപയായി. ആശങ്കയിൽ ഉപഭോക്താക്കൾ. വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മൃതദേഹം വിമാനമാർഗം റായ്പൂരിലേക്ക് കൊണ്ടുപോയി. കേസിൽ കൂടുതൽ പേർ പിടിയിലായതായി സൂചന. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ ആകെ ഉള്ളത് 24,02,432 വോട്ടർമാർ. ഇരിഞ്ഞാലക്കുടയിൽ NSS ഓഫീസിനു നേരെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. ആക്രമണത്തിന് ഉപയോഗിച്ച കരിങ്കല്ലുകൾ സമീപത്തു നിന്നും കണ്ടെത്തി. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കണമെന്ന ആവശ്യം KPCCക്ക് മുന്നിൽ വെച്ച് തൃശൂർ DCC. ദീർഘകാലമായി ലീഗ് കൈവശം വയ്ക്കുന്ന സീറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയം ഉറപ്പെന്ന് DCC നേതൃത്വം പറയുന്നു. അതിനിടെ കെ മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ കളത്തിലിറങ്ങാനാണ് UDF തീരുമാനം. സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കാനും ധാരണയായിട്ടുണ്ട്. സീറ്റുകളുടെ കാര്യത്തിൽ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കെ മുരളീധരനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യത്തിന് പാർട്ടിയിൽ പിന്തുണയേറുകയാണ്. മുരളീധരനാണെങ്കിൽ ലീഗ് നേതൃത്വത്തിനും എതിർപ്പുണ്ടാകാനിടയില്ല. പകരം CMP മത്സരിക്കുന്ന കുന്നംകുളമോ കോൺഗ്രസിന്റെ പട്ടാമ്പിയോ ലീഗിന് നൽകാനാണ് ആലോചന. CP ജോണിന് തിരുവനന്തപുരം ജില്ലയിൽ UDFന് വിജയസാധ്യതയുള്ള സീറ്റ് നൽകുന്ന കാര്യവും ചർച്ചയിലുണ്ട്. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കെ മുരളീധരന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നെങ്കിലും ഗുരുവായൂരിൽ UDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഇതാണ് കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള അനുകൂല ഘടകം. പ്രാഥമിക ഘട്ടത്തിൽ സീറ്റ് വെച്ചുമാറുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. അന്തിമ തീരുമാനമാണ് ഇനി വരാനുള്ളത്. വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് സർപ്രൈസ് സ്ഥാനാർത്ഥികളുണ്ടാകും. 3 ഘട്ടങ്ങളിലായാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുക. ജയസാധ്യത നോക്കി സീറ്റുകൾ വെച്ചുമാറാനും ധാരണയായിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ സംബന്ധിച്ച തീരുമാനം വൈകില്ലെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനമെടുക്കാൻ DCC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ജില്ലയിലെ പ്രമുഖ നേതാക്കളുമായി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആശയവിനിമയം നടത്തിവരികയാണ്. ലാലി ജെയിംസിന്റെ പേരിനാണ് ചർച്ചകളിൽ മുൻതൂക്കം. സുബി ബാബുവിനെ അടുത്ത ടേമിൽ പരിഗണിക്കും. ലാലി ജെയിംസ് മേയറായാൽ ഡെപ്യൂട്ടി മേയറായി A പ്രസാദ് എത്തും. ഈ സമവാക്യമനുസരിച്ചാണെങ്കിൽ ബൈജു വർഗീസിന് 2ാം ടേമിൽ അവസരം നൽകും. മേയർ സ്ഥാനത്തേക്ക് നിജി ജസ്റ്റിന്റെ പേരും പാർലമെന്ററി പാർട്ടി യോഗം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പവന് 1 ലക്ഷം രൂപ കടന്ന് സ്വർണ്ണവില. 1,01,600 രൂപയാണ് ചൊവ്വാഴ്ച രാവിലെ ഒരു പവന് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 12,700 രൂപയാണ് വില. ഈ വർഷം ഇതുവരെ പവന് 44,800 രൂപയാണ് കൂടിയത്. നിലവിലെ വിലയനുസരിച്ച് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നതിന് 1,13,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. 3% GST, 10% പണിക്കൂലി, ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവ ഉൾപ്പെടുന്ന നിരക്കാണ് ഇത്. പണിക്കൂലി മാറുന്നതിനെ അനുസരിച്ച് വിലയിലും വ്യത്യാസമുണ്ടാകും. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നതാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയ്ക്ക് കരുത്തേകുന്നത്. കൂടാതെ US വെനസ്വേല സംഘർഷ സാധ്യതയും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. സ്വർണ്ണവില ചരിത്രത്തിലെ തന്നെ പുതിയ ഉയരത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 1 ലക്ഷം രൂപ മറികടന്നതോടെ സ്വർണ്ണ വിപണിയിൽ ആശങ്കയും ചർച്ചകളും സജീവമായി. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇത് സെയിൽസിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വ്യാപാരികളോട് തന്നെ ചോദിച്ചറിയാം.
ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വില വർധനയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സെയിൽസിനൊക്കെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അത് ഇനിയും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് പൊതുവെ സർവേ. അത് കൂടുന്നതിന് കാരണങ്ങൾ പൊതുവെ അറിയാമല്ലോ, ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഇഷ്യൂസും ട്രേഡ് വാർ അതുപോലുള്ള കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ്, കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗോൾഡ് റേറ്റ് കൂടുന്നതിന് ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മണി വാല്യൂ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ അതിന് ഡിഫറൻസ് ഉണ്ട്. കസ്റ്റമേഴ്സ് മുന്നേ വാങ്ങിച്ചിരുന്നവർക്ക് 10 പവൻ അല്ലെങ്കിൽ 20 പവൻ വാങ്ങിക്കുന്നവർക്ക് ഇപ്പോൾ അതിൻ്റെ പകുതി വാങ്ങിക്കാവുന്ന രീതിയിലേക്കാണ് ക്യാഷിൻ്റെ വർത്തിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ സ്കീം ബേസ് ചെയ്തിട്ട് ആളുകൾക്ക് അത് ഗോൾഡ് റേറ്റ് ബുക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. 5% മുതൽ അല്ലെങ്കിൽ 10% അങ്ങനെ ബുക്ക് ചെയ്ത് ക്യാഷ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങളുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ ആ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സെയിൽസിന് ഇതിപ്പോൾ നമുക്കിതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഗോൾഡിൽ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണയം വയ്ക്കാനും ഗോൾഡ് ആവശ്യം നേരത്തെ വിറ്റ് കാശാക്കാനുള്ളൊരു സേവിങ്സ് ഉള്ള കാരണം ഇതിന് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഈ പ്രധാന പ്രശ്നം ഇത് റേറ്റ് കൂടാൻ കാരണം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ ഫെഡ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതും പിന്നെ പല രാജ്യങ്ങളും ഇത് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കൂടിയപ്പോൾ ഇതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് റേറ്റ് ഇങ്ങനെ കയറി പോകണം. ഇൻ്റർനാഷണൽ മാർക്കറ്റ് അനുസരിച്ചാണ് ഈ റേറ്റ് കയറ്റം വരുന്നത്. പക്ഷേ ആവശ്യക്കാർക്ക് എന്തായാലും ഇത് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, എന്തായാലും എടുക്കണം. ഇപ്പോൾ ഈ ഇത്ര റേറ്റ് കയറുമ്പോൾ കുറച്ചൊക്കെ ജനങ്ങൾ ഒരു 18 ക്യാരറ്റ് ലൈറ്റ് വെയിറ്റ് കളക്ഷനിലേക്ക് കുറച്ച് മാറിയിട്ടുണ്ട്. ചേച്ചി, ഇപ്പോൾ ഈ ഒരു സ്വർണ്ണവില കൂടിയത് ഒരു പൊതുജനം എന്ന നിലയ്ക്ക് നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? വിചാരിച്ച പോലെ രീതിയിൽ സ്വർണ്ണം എടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, ഞങ്ങൾക്ക് അത്ര നല്ല രീതിയിലൊന്നും ഇപ്പോൾ സ്വർണ്ണം വാങ്ങിക്കാനൊന്നും പറ്റുന്നില്ല. നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കുമ്പോൾ അതിന് ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ നമുക്കതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോരാറ പതിവ് സാധാരണ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില വളരെ അധികമാണ് ഇപ്പം. പിന്നെ ഞാനൊരു സ്ഥിരമായിട്ട് സ്വർണ്ണം എടുക്കുന്ന ഒരാളല്ല. എൻ്റെ ഫാദറിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ 75ാം പിറന്നാളാണ്. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നു. പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. സ്വർണ്ണവില ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല. 1 ലക്ഷം രൂപ കടന്ന സ്വർണ്ണവില സാധാരണക്കാരന്റെ സ്വപ്നങ്ങളെയും തീരുമാനങ്ങളെയും മാറ്റുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ സ്വർണ്ണവില എന്താകുമെന്ന് അറിയാനാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായണന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും പുലർച്ചെ ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും 11 മണിക്കുള്ള വിമാനത്തിലാണ് റായ്പൂരിലേക്ക് കൊണ്ടുപോയത്. രാംനാരായണന്റെ കുടുംബവും ഇതേ വിമാനത്തിൽ നാട്ടിലേക്ക് പോയി. അതേസമയം ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. ചിലർ തമിഴ്നാട്ടിലേക്ക് കടന്നതായും പോലീസ് പറയുന്നു. കേസിൽ നേരത്തെ 5 പേർ അറസ്റ്റിലായിരുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ ആകെ 24,0432 വോട്ടർമാരാണ് ഉള്ളത്. പുതിയതായി 501 പോളിംഗ് സ്റ്റേഷനുകൾ രൂപീകരിച്ചു. കരട് വോട്ടർ പട്ടിക ഓൺലൈനായും നേരിട്ടും പരിശോധിക്കാം. കരട് വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ വിശദീകരിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു.
പ്രത്യേക തീവ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നടപടികളും തുടർ നടപടികളും കളക്ടർ യോഗത്തിൽ വിശദീകരിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ NSS ഓഫീസിന് നേരെ ആക്രമണം. ഇരിഞ്ഞാലക്കുട അയ്യങ്കാവ് ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന NSS കരയോഗം ഓഫീസിന് നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. 2 ജനൽ ചില്ലുകൾ തകർത്തു. ആക്രമണത്തിന് ഉപയോഗിച്ച കരിങ്കല്ലുകൾ സമീപത്തു നിന്നും കണ്ടെത്തി. ഇരിഞ്ഞാലക്കുട പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ ദേവസ്വത്തിൽ നടക്കുന്ന നിയമനങ്ങളെല്ലാം മാനദണ്ഡങ്ങൾ മറികടന്നുള്ള രാഷ്ട്രീയ നിയമനമാണ് PROയുടേതെന്ന് BJP. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ PRO മാധ്യമങ്ങൾക്ക് നൽകാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഭക്തർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ദേവസ്വം ചെയർമാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. രാഷ്ട്രീയപരമായിട്ട് സംരക്ഷണം ഒരുക്കുന്ന ഒരു ഭരണകൂടത്തിന് സംരക്ഷണം ഒരുക്കുന്ന ഒരു വ്യക്തിയെ അവിടെ പ്രതിഷ്ഠിക്കുവാൻ മാത്രമായിട്ടാണ് ഈ ഒരു തസ്തിക സൃഷ്ടിച്ചിട്ടുള്ളത് പോലും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യങ്ങൾ. പഴഞ്ഞിയിൽ യുവ കർഷകനും ഫോട്ടോഗ്രാഫറുമായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. ജെറുസലേം ചോഴിക്കുന്നത്ത് പരേതനായ പ്രഭാകരന്റെ മകൻ 42 വയസ്സുള്ള ഷൈജു ആണ് മരിച്ചത്. അരുവായിപ്പാടത്തെ കൃഷിയിടത്തിലേക്ക് തോട്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിന് കൊണ്ടുവന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. നാട്ടുകാർ ഷൈജുവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുതുരുത്തിയിൽ സ്കൂൾ ജീവനക്കാരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മലപ്പുറം കൊളത്തൂർ സ്വദേശി സുലൈമാനാണ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്. ചെറുതുരുത്തി SI AR നിഖിൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ലീഡർ K കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിൽ പൂങ്കുന്നം സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. മുതിർന്ന നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ജോസഫ് ചാലിശ്ശേരി, ജോസ് വള്ളൂർ, ഷാജി കോടങ്കണ്ടത്ത്, രാജൻ പല്ലൻ തുടങ്ങിയവർ പങ്കെടുത്തു. DCC ഓഫീസിലും അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഒരു രാഷ്ട്രം ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവരുടെ ഭാഗമാണെന്ന നിലയിൽ സ്വീകരിക്കാൻ ആധുനിക സമൂഹത്തിന് കഴിയില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നയാളുകളെ മതരാഷ്ട്ര തീവ്രവാദം സ്വാധീനിച്ച് വഴിതെറ്റിക്കുകയാണെന്നും MA ബേബി പറഞ്ഞു. ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് എഴുതിയ കാസ മുതൽ കടാറു വരെ എന്ന പുസ്തകം തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച വാക്കിടം പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദിക സമൂഹം സ്വയം ഏറ്റെടുക്കുന്ന ശുശ്രൂഷ എന്ന ദൗത്യം ലാഭം ലക്ഷ്യമാക്കിയുള്ള വ്യവസായമായി പരിണമിക്കുന്നതിനെക്കുറിച്ച് പലതവണ പരാമർശിച്ചിട്ടുള്ളയാളാണ് ആലപ്പാട്ടച്ചനെന്ന് MA ബേബി പറഞ്ഞു. സംവിധായകൻ സത്യനന്ദിക്കാട് പുസ്തകം ഏറ്റുവാങ്ങി. K രാധാകൃഷ്ണൻ MP അധ്യക്ഷത വഹിച്ചു. മെൽബൺ രൂപത മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂനപക്ഷ മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് രാവ് സംഘടിപ്പിച്ചു. തൃശൂർ എലൈറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് രാവ് ഫാദർ നോബി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മൈനോറിറ്റി മോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ഫെബിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ശ്രീരാമകൃഷ്ണ മഠം സ്വാമി നന്ദാത്മജാനന്ദ, ഫാദർ ഡെന്നി, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, BJP കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, മുംതാസ് താഹ, അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, വിൻഷി അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്തുമസ് ആഘോഷിക്കുന്ന അവസരം നമുക്കറിയാവുന്നതാണ്. ജനകീയ അംഗീകാരത്തിന്റെ തിളക്കവുമായി തദ്ദേശ ജനപ്രതിനിധികൾ മനസ്സ് തുറക്കുന്നു. മെമ്പർ സ്പീക്കിംഗ്. തൈക്കാട്ടുശ്ശേരി കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ കീർത്തന കാർത്തികേയൻ രോഗികളെ പരിചരിക്കുന്നത് പോലെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെയും കരുതലോടെ സമീപിച്ച് മികച്ച ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. തൈക്കാട്ടുശ്ശേരിക്കാരുടെ സ്വന്തം കൗൺസിലർ ഡോക്ടർ കീർത്തന കാർത്തികേയനാണ് ഇന്ന് TCVയോടൊപ്പം ചേരുന്നത്. കന്നി അംഗത്തിലെ തന്നെ ഒരു വിജയം, എങ്ങനെയാണ് ആ വിജയത്തിനെ നോക്കിക്കാണുന്നത്?
ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നാട് തന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ അതിനെ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നൊരവസരം, അങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് തൈക്കാട്ടുശ്ശേരിക്കാർ അർപ്പിക്കുന്ന ഒരു വിശ്വാസം വലുതായിരിക്കും. അപ്പോൾ എത്രത്തോളം അതിനോട് നീതി പുലർത്താൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? 100% കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ നാടിൻ്റെ സമഗ്രമായൊരു വികസനം, എൻ്റെ നാടാണല്ലോ, 30 ഡിവിഷൻ എൻ്റെ നാടാണ്. ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരും എനിക്കറിയാം എൻ്റെ ആൾക്കാരാണ്. അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ നാട് എന്ന് പറയുമ്പോൾ ഞാനൊരു 100% തന്നെ അവർക്ക് കൊടുക്കണം. എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും, അവരുടെ എല്ലാ ക്ഷേമത്തിനും സുഖത്തിലും ദുഃഖത്തിലും അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ്, അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ യുവതലമുറ ഭരണത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ യുവാക്കൾക്കും സ്ത്രീകൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഉണ്ട്. ശിശു, അതേപോലെ തന്നെ സ്ത്രീകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രത്യേകം പദ്ധതികൾ, അതുപോലെ തന്നെ ഈ കായിക ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്ലാനിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ജോലി ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകം നമുക്ക് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കൊടുത്ത് അവരെ അതിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കുന്ന പലതരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട്. ബൈ പ്രൊഫഷൻ ആളൊരു ഡോക്ടറാണ്. ഇപ്പോൾ പൊതുപ്രവർത്തനം എന്ന് പറയുന്നതും ഡോക്ടർ എന്നുള്ള ഒരു മേഖലയും എന്ന് പറയുന്നത് വളരെ ഡെഡിക്കേഷനും ആത്മാർത്ഥതയൊക്കെ ഒരുപാട് വേണ്ട ഒരു രണ്ട് മേഖലകളും അങ്ങനെയാണ്. അപ്പോൾ എത്രത്തോളം അത് രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്? അതെനിക്ക് വളരെ ഈസി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ മുന്നേ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിരുന്നത് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ആൾക്കാരാണ്. ഇനി എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ഉള്ള ആൾക്കാരുകൾ എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ അവരുടെ അടുത്തേക്ക് പോവും. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്നാൽ കഴിയുന്നത് എന്തായാലും സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുമായിട്ട് അതേപോലെ സമൂഹത്തിൻ്റെ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. ആരോഗ്യ മേഖലയാണെന്ന് മാത്രം, ഇതിപ്പോൾ എല്ലാ മേഖലകളിലേക്കും ചെല്ലാൻ പറ്റും. അത് ഒരു സന്തോഷമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാതൃകാപരമായിട്ടുള്ളൊരു ഭരണം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം സൂര്യ ശങ്കരനാരായണൻ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന K. രാജേശ്വരിക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റു. വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ കാർ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ രാജേശ്വരിയെ പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. രുചിവൈവിധ്യങ്ങളുടെ വിസ്മയമായി കേക്ക് വിപണിയും സജീവമായി.
ക്രിസ്മസ് ആഘോഷത്തിന്റെ മധുരവും മണവും രുചിയുമെല്ലാം കേക്കുകളാണ്. പങ്കുവയ്ക്കലിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ കേക്കുകൾ പുതുരുചികളിൽ വിപണികളിൽ സജീവമായി കഴിഞ്ഞു. ക്രിസ്മസിന്റെ ഭാഗമായി ആരംഭിക്കുന്ന കേക്ക് വിപണി പുതുവർഷം വരെ നീണ്ടു നിൽക്കും. 200 കോടിയിലേറെ രൂപയുടെ കേക്ക് വിൽപ്പനയാണ് ഇക്കാലത്ത് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇത്തവണയും കേക്ക് വിപണിയിൽ വൈവിധ്യങ്ങളേറെയാണ്. ക്രിസ്മസ് വിപണിയിലെ എക്കാലത്തെയും രാജാക്കന്മാർ പ്ലം കേക്കുകൾ തന്നെയാണെങ്കിലും പുഡിംഗ് കേക്കുകൾക്കും ഫ്രഷ് ക്രീം കേക്കുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് ഫോറസ്റ്റ്, മാംഗോ, സ്ട്രോബെറി, ക്യാരറ്റ്, ചോക്കനട്ട്, ആൽമണ്ട് ചോക്കോ, റെഡ് ബി, ടെൻഡർ കോക്കനട്ട്, വാൻജോ, ബ്ലൂബെറി, ബട്ടർ സ്കോച്ച് ഇങ്ങനെ നീളുന്നു രുചി വൈവിധ്യം. ഹോം മെയ്ഡ് കേക്കുകളും വിപണിയിൽ സജീവമാണ്. സാധാരണഗതിയിൽ ക്രിസ്മസ് കാലത്ത് കേക്കുകൾക്ക് വില വർദ്ധിക്കാറുണ്ടെങ്കിലും GST നിരക്കിൽ കുറവ് വന്നതിനാൽ ഇത്തവണ വിലയിൽ വർധനമുണ്ടായിട്ടില്ല. മുട്ട, ഡ്രൈ ഫ്രൂട്ട്സ് അടക്കമുള്ള ചേരുവകളുടെ വില കൂടിയിട്ടുണ്ടെന്ന് കേക്ക് നിർമ്മാതാക്കളായ വിവേക് വി നായർ, എ വിജയൻ എന്നിവർ പറഞ്ഞു. വില വിവരങ്ങളൊന്നും ഒരു കുഴപ്പങ്ങളില്ല, കൂടുതലില്ലാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം GSTയുടെ കുറവും അങ്ങനെയൊക്കെയുള്ള കാരണം കേക്കിന് വില കയറ്റം ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും മെറ്റീരിയലുകൾക്ക് വളരെയധികം വില കയറ്റുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ മാർക്കറ്റിൽ എല്ലാവർക്കും അനുഭവത്തിലുണ്ട്. എന്നിരുന്നാലും വിപണി നല്ല ഉഷാറായിട്ടാണ് പോണത്. വിപണിയിൽ പുതിയ പുതിയ കേക്കുകളും കാര്യങ്ങളും, പ്ലമ്മും, ഇംഗ്ലീഷ് പ്ലം കേക്ക്, ഫ്രഷ് ക്രീം കേക്കുകളിലും കണ്ടമാനം പുതിയ പുതിയ മോഡൽ കേക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് തന്നെ പോകുന്നു. പ്ലം കേക്കുകൾ തന്നെയാണ് കൂടുതലും ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മാർക്കറ്റിൽ ഇന്നും പ്ലം കേക്കുകൾക്ക് പ്രിയം ഏറി വരികയാണ്. കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് പുതിയ പുതിയ കേക്കുകളും കൂടുതൽ പണിത് പോകുന്നതും ഫ്രഷ് ക്രീം കേക്കുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സമീപിക്കുന്നത്. നല്ല നല്ല കേക്കുകൾ ഫ്രഷ് ക്രീമിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ്. അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ വിശ്വാസം നന്നായിട്ട് പോകുന്നുണ്ട്. കിലോയ്ക്ക് 400 രൂപ മുതൽ 2500 രൂപയ്ക്ക് മേൽ വില വരുന്ന കേക്കുകൾ വിപണിയിലുണ്ട്. കൂടാതെ ക്രിസ്മസ് ഹാമ്പർ ഗിഫ്റ്റുകളും സുലഭം. കേക്കിലെ പുതുരുചികൾ തേടിയുള്ള പരീക്ഷണങ്ങൾ ഓരോ ക്രിസ്മസ് കാലത്തും തുടരുന്നു. TCV ന്യൂസ്, തൃശൂർ. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ സെയിന്റ് മേരീസ് കോളേജ് സംഘടിപ്പിച്ച സാന്റ ഫിയസ്റ്റ പരിസ്ഥിതി സൗഹൃദ ആശയങ്ങളിലൂടെ ശ്രദ്ധേയമായി. ഉപയോഗശൂന്യമായ പേനകൾ ശേഖരിച്ച് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ആണ് പ്രധാന ആകർഷണമായി മാറിയത്. നമ്മുടെ ക്രിസ്മസ് ഡേ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പൊ സ്കൂളുകളായാലും കോളേജുകളെല്ലാം ഒരു ക്രിസ്മസ് വൈബിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരിലെ സുന്ദരികൾ വാഴുന്ന സെന്റ് മേരീസ് കോളേജിലാണ്. പേരിലാണ് ക്രിസ്മസ് പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഒരാഴ്ച മുമ്പ് നമ്മൾ ക്രിസ്മസ് ഐറ്റംസ് കുട്ടികൾ സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഏണിങ് അവർക്ക് നമ്മൾ കൊടുത്തിരുന്നു. അത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടും അവർ ഉപയോഗിച്ചിരുന്നു. പഠനത്തിനായി ഉപയോഗിച്ച പേനകൾ പുതുജീവൻ നേടി ക്രിസ്മസ് അലങ്കാരമായി മാറിയ ഈ ട്രീ പുനരുപയോഗം, സുസ്ഥിരത, വിദ്യാഭ്യാസ മൂല്യങ്ങൾ എന്നിവ ഒരുമിപ്പിക്കുന്ന പ്രതീകമായി. ഓരോ പേനയും വിദ്യാർത്ഥികളുടെ പഠനയാത്രയെ ഓർമ്മിപ്പിക്കുന്നതായും അറിവൊരിക്കലും ഉപേക്ഷിക്കപ്പെടില്ലെന്ന സന്ദേശം നൽകുന്നതായും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മീന കെ ചെറുവത്തൂർ അഭിപ്രായപ്പെട്ടു. കരോൾ സോങ് കോമ്പറ്റീഷൻ, പിന്നെ അതിന്റെ ഭാഗമായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണത്. അത് ഉപയോഗിച്ച അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെൻ കൊണ്ടാണല്ലേ, റീസൈക്കിൾ ചെയ്യുന്ന പെന്നിന്റെ ബോഡി കൊണ്ടാണ് ആ ക്രിസ്മസ് ട്രീ. എത്ര ദിവസം എടുത്തു അത് ചെയ്യാനായിട്ട്? അവരൊറ്റ ദിവസം കൊണ്ടാണ് അവർ ചെയ്തത്. കളക്ഷൻ മുമ്പ് തുടങ്ങി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥിനികളുടെ ചെറുകിട സംരംഭക സ്റ്റാളുകളിൽ അവർ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ക്രിസ്മസ് അലങ്കാരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ആഘോഷങ്ങളുടെ ഭാഗമായി സാന്റ പരേഡ്, ക്രിസ്മസ് ഗാനാലാപനം, കലാപരിപാടികൾ എന്നിവ ക്യാമ്പസിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സെന്റ് മേരീസ് കോളേജിലെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത്. സെന്റ് മേരീസ് കോളേജിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക്. ശ്രീനിവാസനെ സ്മരണാഞ്ജലി അർപ്പിച്ച് 11 വയസ്സുകാരനായ അൽ യസ വരച്ച കാർട്ടൂൺ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. 5 വയസ്സുള്ളപ്പോൾ തന്നെ പ്രമുഖ വ്യക്തികളുടെ കാർട്ടൂണുകൾ വരച്ച് ശ്രദ്ധ പിടിച്ചുപറ്റിയ അൽ യസ MTയുടെ മരണത്തെ തുടർന്ന് വരച്ച കാരിക്കേച്ചറും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു.
ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന കാർട്ടൂണുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് അവ നോക്കി വരയ്ക്കുന്നതിലൂടെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അൽയസ ഒരു കുട്ടി കാർട്ടൂണിസ്റ്റായി ശ്രദ്ധേയനായത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ സത്താർ ആധൂരിന്റെയും ഷമീന ബീവിയുടെയും മകനായ അൽയസ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കലയും സാമൂഹിക ബോധവും ചേർന്ന തന്റെ ചിത്രങ്ങളിലൂടെ ചെറുപ്പത്തിലെ വലിയ പ്രതീക്ഷകളാണ് അൽയസ കാർട്ടൂൺ മേഖലയിൽ തുറക്കുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഹരീഷ് തച്ചോടി എഴുതിയ മഴ നനഞ്ഞ മൺപാതകൾ എന്ന പുസ്തകം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രകാശനം ചെയ്തു. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ SK വസന്തൻ പ്രകാശനം നിർവഹിച്ചു. വി മാധവിക്കുട്ടി പുസ്തകം സ്വീകരിച്ചു. കഥാകാരൻ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അനിത വർമ്മ, ഡോക്ടർ ആനന്ദൻ, ഹരീഷ് തച്ചോടി തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് തൃശൂരിന്റെ സിഗ്നേച്ചറായി മാറിയ കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി. തൃശൂർ പള്ളിക്കുളം റോഡിലെ കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് എത്തുന്നവരെ വരവേൽക്കുന്നതിനായി ക്രിസ്മസ് ആവേശം വനോളം ഉയർത്തി തലയെടുപ്പ് കാട്ടി നിൽക്കുന്ന ഭീമൻ സാന്താക്ലോസ് ഏവരുടെയും മനം കവരുന്നതാണ്. കോനിക്കര ഷോറൂമിൽ നടന്ന ക്രിസ്മസ് ആഘോഷം മാനേജിംഗ് പാർട്ണർ തോമസ് കോനിക്കര, പാർട്ണർ ജേക്കബ് കോനിക്കര എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് തുടക്കം കുറിച്ചു. സ്ഥാപന സാരഥികളും ജീവനക്കാരും ക്രിസ്മസ് ഫ്രണ്ടിനുള്ള സമ്മാനങ്ങൾ കൈമാറി ആശംസകൾ പങ്കുവച്ചു. ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് ഗാനാലാപനം ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. ആലാപന മാധുര്യം പകർന്ന് സ്ഥാപന സാരഥികൾ കൂടിയെത്തിയത് ആഘോഷത്തിന്റെ പൊലിമയും കൂട്ടി. ഹോൾസെയിൽ, റീറ്റെയിൽ, എക്സ്പോർട്ടിംഗ് രംഗത്ത് 41 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹാൻഡ്മെയ്ഡ് ആഭരണങ്ങളും പ്രത്യേക 14 ക്യാരറ്റ് സിഗ്നേച്ചർ കളക്ഷൻ വിഭാഗവും ഏറെ ശ്രദ്ധേയമാണ്. കൂടാതെ പണിക്കൂലിയില്ലാതെ സ്വർണ്ണനിധി പദ്ധതി പ്രകാരം 11 മാസത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമും കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സവിശേഷതയാണ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തൃപ്രയാർ തൃശൂർ ഷോറൂമുകളിൽ നടക്കുന്ന ഷോപ്പിംഗ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂർ MG റോഡ് ഷോറൂമിൽ നടന്നു. കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് നറുക്കെടുപ്പ് നിർവഹിച്ചു. തളിക്കുളം സ്വദേശി മോഹൻദാസ് സമ്മാനാർഹനായി. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ സുരേന്ദ്രൻ, കുടുംബാംഗങ്ങൾ, ഉപഭോക്താക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ ഷോറൂമിന്റെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി തൃപ്രയാർ തൃശൂർ ഷോറൂമുകളിൽ ജനുവരി 20 വരെ ആകർഷകമായ ഓഫറുകളോടെ ഡയമണ്ട് ഫെസ്റ്റിന് തുടക്കമായി. ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 50% ഇളവ് നൽകും. 0% പണിക്കൂലിയിൽ ഉപഭോക്താക്കൾക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടിൽ മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9072 916111. എഴുപത്തിരണ്ടാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം തൃശൂർ നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. CMS സ്കൂൾ പരിസരത്തു നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച വിളംബര ജാഥ തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം ലളിത ചന്ദ്രശേഖരൻ, തൃശൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 29-ന് കോവിലകത്തുംപാടം ജവഹർലാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ജയന്തി കോൾ പടവിൽ സ്വകാര്യ വ്യക്തിയുടെ ബണ്ട് നിർമ്മാണം, കുടിയിറക്ക് ഭീഷണിയിൽ സമീപവാസികൾ. ചാഴൂർ പഞ്ചായത്തിലെ ജയന്തി കോൾ പാടശേഖരത്തിലെ പുറത്തൂർ ഭാഗത്താണ് സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മാണത്തിന്റെ മറവിൽ കോൾ പാടത്തിലൂടെ ബണ്ട് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. മഴക്കാലത്ത് 100ഓളം വീടുകൾ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് താമസം മാറുന്ന ഒരു പ്രദേശം കൂടിയാണിത്. 2 മാസത്തോളം പൂർണ്ണമായും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പുറത്തൂരിലാണ് 2011 മുതൽ റിസോർട്ടിന് വേണ്ടി 5 ഏക്കറോളം നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തി നിർമ്മാണം നടന്നുവരുന്നത്. ജയന്തി കോൾപടവിൽ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പുറത്തൂർ റിസോർട്ടിനു വേണ്ടി നെൽപ്പാടത്തിലൂടെ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്.
ഇത് അനധികൃതമാണെന്നും റിസോർട്ട് നിർമ്മാണം പോലും വ്യാജരേഖകളുടെ പിൻബലത്തിലാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വർഷക്കാലത്ത് 1.5 കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള മഴവെള്ളം ജയന്തി കോൾ പടവിലേക്ക് ഒഴുകിപ്പോകുന്നതാണ് ബണ്ട് നിർമ്മിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇതോടെ സമീപത്തെ വീട്ടുകാർ വലിയ വെള്ളക്കെട്ട് മൂലം കുടിയിറക്ക ഭീഷണിയിലാണ്. തുടർന്ന് നാട്ടുകാർ പരാതികളുമായി രംഗത്തിറങ്ങുകയും 2014 ജില്ലാ കളക്ടർ നിർമ്മാണ പ്രവർത്തികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം അവഗണിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ 2011 മുതൽ സ്വകാര്യ വ്യക്തി റിസോർട്ടിന് മണ്ണിട്ട് തൂർത്തുന്നതാണ്. പല സമയത്തും വില്ലേജിലും പഞ്ചായത്തിലും 2 തവണ കളക്ടർക്ക് 2014-ലും 2017-ലും പരാതി കൊടുത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത. ഇത് കൊടുക്കുക 2 ആഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും പണികൾ ആരംഭിക്കുക. അപ്പോൾ ഈ സ്വകാര്യ വ്യക്തി ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഇലക്ഷന് മുൻപായിട്ട് പ്രസിഡന്റ് മോഹൻദാസ് ഏട്ടൻ വന്നിട്ട് നേരിട്ട് വന്ന് കണ്ട് ഇതൊക്കെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്താണ് വില്ലേജിൽ നിന്നും. അത് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും മണ്ണടിച്ചിട്ട് കല്ലടിച്ചിട്ട് ഇങ്ങനെ പണികൾ ഇങ്ങനെ ആരംഭിക്കുന്നത്. അപ്പോൾ പിന്നെ രാത്രി കാലങ്ങളാണെന്ന് വെച്ചാൽ റിസോർട്ടിൽ കുടിച്ച ആൾക്കാർ മദ്യപന്മാരെ അലർച്ച ഒച്ചയും ബഹളം പാട്ടും ബഹളം അത് വേറെ. അപ്പോൾ വർഷങ്ങളായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരാതി കാണുന്നതാണ്. ആ ബണ്ടനെ പൊളിച്ചു മാറ്റുന്ന നാട്ടുകാർ തന്നെ പല സമയത്ത് ആവശ്യപ്പെടുക. എന്ന് വെച്ചാൽ അവരെ പേടിച്ചിട്ട് ആരും നേരിട്ട് പരാതി തന്നെ പറയാൻ തയ്യാറല്ല. ബണ്ട് നിർമ്മാണത്തോടു കൂടി 25 ഏക്കറോളം നെൽകൃഷി സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കൊയ്ത്തു മിഷൻ, ട്രാക്ടർ എന്നിവ ഇറക്കാനും മറ്റ് കൃഷിപ്പണികൾ നടത്താനും പറ്റുന്നില്ല. പാടശേഖരത്തിലൂടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടന്നിട്ടും പാടശേഖര സമിതിയും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആരോപണമുണ്ട്. എന്നാൽ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നാണ് റിസോർട്ടുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. ഇനി വാണിജ്യം. മാരുതി സുസുക്കിയുടെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി AM മോട്ടോഴ്സ് ഇനി മുതൽ കൊടകരയുടെ മണ്ണിലും. രാജ്യത്തെ മുൻനിര മാരുതി സുസുക്കി ഡീലറായ AM മോട്ടോഴ്സിന്റെ കൊടകരയിലെ പുതിയ ഷോറൂം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. AM മോട്ടോഴ്സ് മാനേജിംഗ് പാർട്ണർ മുഹമ്മദ് ഇക്ബാൽ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KM നിഹാസ്, മാനേജ്മെന്റ് പ്രതിനിധികളായ മുഹമ്മദ് നാഫിഖ്, മുഹമ്മദ് ഫാസിൽ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാജേന്ദ്രൻ, അസോസിയേറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശ്രീജിത്ത് എന്നിവർ സന്നിഹിതരായി. മാരുതി സുസുക്കി കാറുകളുടെ വിൽപ്പന, സർവീസ്, സ്പെയർ പാർട്സ് തുടങ്ങി എല്ലാ അനുബന്ധ സേവനങ്ങളും കൊടകര ഷോറൂമിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. കാർ വിപണന രംഗത്ത് 1/4 നൂറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുള്ള AM മോട്ടോഴ്സ് ഇതിനകം ദേശീയ, അന്തർദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ ഡീലറായ AM മോട്ടോഴ്സിന്റെ വരവ് കൊടകരയുടെ വികസനത്തിന് പുത്തൻ ഉണർവ് നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടന ദിനത്തിൽ മാരുതിക്കുള്ള 2 ഫ്രീ കാർ വാഷിംഗ് കൂപ്പണുകളും ഫ്രീ ഫുൾ ബോഡി ചെക്കപ്പും ഡിസ്കൗണ്ട് കൂപ്പണുകളും കൂടാതെ 16 സന്ദർശകർക്ക് ലക്കി ഡ്രോയിലൂടെ ഫുൾ ടാങ്ക് ഇന്ധനം വരെ നേടാനുള്ള അവസരവും AM മോട്ടോഴ്സ് ഒരുക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9895951111 9048900066. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,700 രൂപ, പവന് 1,01,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കോൺഗ്രസ്. ഗുരുവായൂർ സീറ്റ് വെച്ചുമാറാൻ നീക്കം. ഗുരുവായൂരിൽ K. മുരളീധരൻ മത്സരിച്ചേക്കുമെന്ന് സൂചന. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ സംബന്ധിച്ച തീരുമാനം വൈകില്ലെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ആദ്യ ടേമിൽ ലാലി ജെയിംസിന് സാധ്യത. പവന് 1 ലക്ഷം കടന്ന് സ്വർണ്ണവില. പവന് 1,01,600 രൂപയായി. ആശങ്കയിൽ ഉപഭോക്താക്കൾ.
വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മൃതദേഹം വിമാനമാർഗം റായ്പൂരിലേക്ക് കൊണ്ടുപോയി. കേസിൽ കൂടുതൽ പേർ പിടിയിലായതായി സൂചന. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ ആകെ ഉള്ളത് 24,02,432 വോട്ടർമാർ. ഇരിഞ്ഞാലക്കുടയിൽ NSS ഓഫീസിന് നേരെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. ആക്രമണത്തിന് ഉപയോഗിച്ച കരിങ്കല്ലുകൾ പരിസരത്തു നിന്നും കണ്ടെത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.